നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ RSSന്റെ സമുന്നതനായ നേതാവ് മോഹൻ ഭഗവതിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് RSS BJPയിൽ നിന്ന് അകലുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അഭിലാഷ് മോഹന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു മാതൃഭൂമി ചാനലിൽ. ആ മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, തൃശ്ശൂർ ഭാഷയിൽ അതിന് വേറെ പറയുക, അങ്ങും അരങ്ങിടും ഉരുളുമ്പോ ഇങ്ങിടും എന്നൊക്കെ ഉള്ള ഒരു ഭാഷയാണ് തൃശ്ശൂർ ഭാഷയിൽ പറയാം. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ ഉരുളുമ്പോ ഇങ്ങിടുന്നുള്ള ആ ഒരു ഉരുളിച്ചതിന് രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രസ്താവന കാണാം. അതായത് ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന കാണാം. അതില് രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് പറയുന്നത് അതൊന്ന് കണ്ടു നോക്കുക ആദ്യം. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറയുന്ന ഗുരുജി ഗോൾവൽക്കർ മാത്രമാണ്. ഇതൊന്നും അഭിലാഷിനെ പോലെ ഒരു ലിബറൽ സെക്യുലർ സ്പേസിൽ നിൽക്കുന്നവർ കാണുന്നില്ല. ഒരൊറ്റ വരിയിൽ ഞാൻ കാര്യം പറഞ്ഞു തീർക്കാം. അഭിലാഷ് ഒരു മതേതരവാദിയാണ്, ഞാൻ ഒരു മതേതരവാദിയല്ല, ഞാനൊരു വർഗീയവാദിയാണ്. ജാതിവാദിയും മതവാദിയും കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ വലതുപക്ഷ ഹിന്ദുവാദിയാണ്. പക്ഷെ ഞങ്ങൾക്കാർക്കും മുസ്ലിം വിരോധമില്ല. അങ്ങനെയുള്ളവർ ഞങ്ങളുടെയും കൂടെ ശത്രുക്കളാണ്. മുസ്ലിം വിരോധം പറയുന്നവർ, ഈ തുപ്പൽ ജിഹാദ് പറയുന്നവർ, ഹലാൽ ജിഹാദ് പറയുന്നവർ നമ്മുടെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ശത്രുക്കളായി കാണുന്നവർ. അപ്പോൾ അതിനെതിരെ ഒരു മധ്യപാത അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാത ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതായത് രാഹുൽ ഈശ്വർ പറയുന്നത് ഈ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഇങ്ങനെയുള്ള ജിഹാദൊക്കെ പറയുന്ന, ലാൻഡ് ജിഹാദ് ഇങ്ങനെയുള്ള ജിഹാദുകളൊക്കെ പറയുന്ന ആളുകളൊക്കെ തിരസ്കരിക്കപ്പെടണം, നമുക്കൊരു മധ്യവർത്തി സമൂഹം ഉണ്ടാവണം എന്ന് പറയുന്നത്. അതിനുശേഷം ചർച്ച അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ കുഞ്ഞിക്കണ്ണം മാഷ്, ജിൻഡോ ഒക്കെ സംസാരിക്കുന്നുണ്ട്. വേറൊരു വലതുപക്ഷ മാധ്യമ നിരീക്ഷകനായിട്ട് വേറൊരു സുഹൃത്തും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിലാഷുമായിട്ടൊന്ന് കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ആ കോർക്കുന്ന സാഹചര്യത്തിൽ പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ഹിന്ദുക്കൾ, അപ്പം അഭിലാഷ് മോഹൻ കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കൾ, അതായത് നിങ്ങൾ തീവ്ര ചിന്താഗതിക്കാരായ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരായ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അഭിലാഷ് മോഹൻ ആ വിഷയം ചർച്ചയ്ക്ക് മറുപടി പറയുന്നത്. അങ്ങനെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, അതായത് ലവ് ജിഹാദ് ആരോപണം നടത്തുന്നതായാലും നർക്കോട്ടിക് ജിഹാദ് ആരോപണം നടത്തുന്നതായാലും ടാറ്റു ജിഹാദ്, പണ്ട് അനിൽ അയ്യപ്പൻ പറഞ്ഞത് പെൺകുട്ടികളുടെ രഹസ്യഭാഗത്ത് ഇസ്ലാമിക ചിഹ്നങ്ങൾ ടാറ്റു ചെയ്യുന്ന ഒരു ടാറ്റു ജിഹാദ് ഉണ്ടെന്ന്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ, ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ജിഹാദ് കാളകൂട വിഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ കൊണ്ടുപോയി പ്രണയം നടിച്ചതിന് ശേഷം അവരുടെ രഹസ്യഭാഗത്ത്, ടാറ്റു, അത് ഇസ്ലാമിക ചിഹ്നങ്ങൾ ടാറ്റു അടിച്ചുകൊണ്ട് ആ ടാറ്റു ഒരിക്കലും മാഞ്ഞു പോവാത്ത മറ്റൊരാൾക്ക് വിവാഹം, പിന്നെ സ്വജാതിയിലുള്ള തിരിച്ചു വന്ന് ഇസ്ലാം മതമൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് സ്വജാതിയിലുള്ള ആളുകൾ വിവാഹം കഴിച്ചാൽ പറ്റാത്ത, കാണുമ്പോൾ ഇസ്ലാമിക ചിഹ്നമാണല്ലോ ടൗസറിൻ്റെ ഉള്ളിലുള്ളത്, അത് കാണുമ്പോൾ ചന്ദ്രക്കല നക്ഷത്രവും അള്ളാഹു എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ടാറ്റുവിനെ കുറിച്ചിട്ടുള്ള ഇസ്ലാമിക നിർവചനം ഒക്കെ വേറെ, അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ അനിൽ അയ്യപ്പൻ പറഞ്ഞ ആ ടാറ്റു ജിഹാദ് ഞാനിന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ടാറ്റു ജിഹാദ്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ജിഹാദ്, അതല്ലെങ്കിൽ ലാൻഡ് ജിഹാദ്, അതല്ലെങ്കിൽ വോട്ട് ജിഹാദ്, അങ്ങനെ പറഞ്ഞ നിരവധി ജിഹാദുകളൊക്കെ പറയുന്നത് ഞങ്ങൾ മനഃപൂർവ്വം പറയുന്നതാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മറ്റേ ഗണപതി വട്ടം ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് അവിടെ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി, ഞങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്തതാണെന്നുള്ളത് രാഹുൽ ഈശ്വർ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ 50 സെക്കൻഡ് പറയാം. എന്താന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ചയും മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ചയും, അല്ലെങ്കിൽ ബൈബിളും ഖുറാനും ഒത്തുകൂടലൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒത്തുകൂടാനും ഒരുമിക്കാനും ആത്മീയമായ സംഗമങ്ങളില്ല. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രുവിനെ വേണം. ആരെങ്കിലും അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാലേ നമുക്കൊരു എനർജി ഉള്ളൂ. ആരെങ്കിലും അപ്പുറത്ത് നമ്മളെ അടികൂടാൻ വരുന്നു, നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, തുപ്പൽ ജിഹാദ് നടത്തുന്നു, ലാൻഡ് ജിഹാദ് നടത്തുന്നു, ലവ് ജിഹാദ് നടത്തുന്നു, നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലേ നമുക്കൊരു ഗുമ്മുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് ചെയ്യുന്നത്. അഭിലാഷൻ ഒരു ചർച്ചയെ പറഞ്ഞതുപോലെ
പോലെ എനിക്ക് തന്നെ പറ്റിയൊരു തെറ്റാണ്. ഞാൻ റഹന ഫാത്തിമ ഇനിയും വന്നാൽ ഞാൻ തടയുന്ന ശബരിമലയെ പറഞ്ഞു. പക്ഷെ അഭിലാഷനോട് ചോദിച്ചു എന്താ റഹന ഫാത്തിമയുടെ പേര് മാത്രം പറഞ്ഞത്, ബിന്ദു അമ്മിണിയും കനകകൂറിയും പറയാത്ത എന്താ? അപ്പോൾ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഈ മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ, അപരനെ സൃഷ്ടിക്കാനുള്ള ഒരു ത്വരയാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാനാണ് ഗാന്ധി നോക്കിയത്. ഗാന്ധി ആരെയും കുറ്റം പറഞ്ഞില്ല, പക്ഷെ എല്ലാരെയും കൂടെ നിർത്തുകയും അതിലൂടെ ഒരു സ്ട്രാൻഡ് ഉണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്ക് നോക്കിയേ. അതായത് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു ലവ് ജിഹാദ് ഉണ്ടാക്കുക, അതുപോലെ നർക്കോട്ടിക് ജിഹാദ് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് ജിഹാദുകൾ നിരന്തരമായി മറ്റേ തുപ്പൽ ജിഹാദ്, ആ ജിഹാദ്, ഈ ജിഹാദ് എന്നൊക്കെ പറയുന്നത് സുരേന്ദ്രന്റെ ഗണപതി വട്ടം പോലും, അതായത് മഹാനായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഒരേ ഒരു രാജാവാണ് ബ്രിട്ടീഷുകാരോട് പോരാടി നേർക്ക് നേരെ പോരാടി മരിച്ച ഒരേ ഒരു രാജാവാണ് ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താന്റെ പേരിലുള്ള സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയിട്ട് അത് ഗണപതി വട്ടാക്കും എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പോയ ആള് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ വയനാട്ടിൽ നിന്ന് ഓടി പരക്കം പാഞ്ഞത് ഇപ്പൊ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ശോഭാ സുരേന്ദ്രനൊക്കെ ഇരുത്താൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതായത് രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് പറയുകയാണ്. രാഹുൽ ഈശ്വർ പറയാൻ ധൈര്യം കാണിച്ച സത്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്തരം ജിഹാദുകളും ഇത്തരം ആരോപണങ്ങളൊക്കെ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ജയിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്വമേധയെ സൃഷ്ടിച്ചെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും വേണം. അതാണ് ഈ ഗണപതി വട്ടം പറയുന്നത്, അല്ലെങ്കിൽ ലവ് ജിഹാദ് പറയുന്നത്, ലാൻഡ് ജിഹാദ് പറയുന്നത്. ഈ അപരനെ സൃഷ്ടിക്കാനുള്ള ഞങ്ങൾ ഹിന്ദുക്കളുടെ ആത്മീയ ഞാൻ വർഗീയവാദിയായിട്ട് എടുത്തു. വർഗീയവാദിയാണ് ഞാൻ. ഹിന്ദുവാദികളുടെ അടക്കമുള്ള ഹിന്ദുവാദികളുടെ മനസ്സിലെ ആത്മീയ ശൂന്യതയാണ് മുസ്ലിം വിരോധമായി. അത് തടയാൻ നമുക്ക് എന്ന് കഴിയുമോ അന്നേ ഈ രാജ്യത്തിന് മാനമര്യാദയായി ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് പ്രശ്നമില്ല. അവരെ അപവൽക്കരിക്കുന്നില്ല. ഹിന്ദു അല്ലല്ലോ, ആയിക്കോട്ടെ. അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളുടെ അക്കൗണ്ടിൽ പെടുത്തണ്ട, അത് നിങ്ങളുടെ അക്കൗണ്ട് മാത്രം. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് രാഹുൽ ഈശ്വർ പറയാതെയാണെങ്കിലും അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയതിൽ സന്തോഷമുണ്ട്. എന്തായാലും വർത്തമാനത്തിന്റെ ഈ വീഡിയോ ദർശിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.